നമസ്കാരം. ഒരുപാട് കഴിവുകളുള്ള ഒരു കുട്ടിയാണ്, ഒരു മോളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് മറ്റാരുമല്ല, സിഷ്ണ ആനന്ദ്. ദൈവം മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ കൊടുക്കേണ്ട കഴിവുകൾ സിഷ്ണയിൽ നിന്നും ദൈവം തിരിച്ചെടുത്തു. പക്ഷേ സിഷ്ണക്ക് നമുക്കും കൂടി ഇല്ലാത്ത ഒരുപാട് കഴിവുകൾ മോൾക്കുണ്ട്. വേൾഡ് ഹെലൻ കില്ലറെ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ ഹെലൻ കില്ലറാണ് സിഷ്ണ ആനന്ദ്. അവളുണ്ടാക്കിയ പേനകളാണത്. അതുപോലെ തന്നെ ഫ്ലവർ, അതുപോലെ ഇതൊക്കെ അവൾ കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ അവളുടെ ചിത്രരചനകളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞ അത്ഭുതം. സിഷ്ണ ആനന്ദ് സിഷ്ണയുടെ അച്ഛനാണിത്. തലശ്ശേരി സ്വദേശിയാണ് ഇവരെ അറിയാത്തവരായിട്ട് ആരുമില്ല. എത്രാം ക്ലാസ്സിലാണ് പാഠപുസ്തകങ്ങൾ സിഷ്ണൻ്റെ? 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അടിസ്ഥാന പാഠവലിയിൽ സിഷ്ണാനന്ദിനെ കുറിച്ച് പാഠം ഉണ്ട്. ഇതൊക്കെ മോളുടെ കഴിവുകളാണ്. ദീപികയിൽ വന്നതാണ് ഇതല്ലേ? മമ്മൂട്ടിയിൽ നിന്ന് അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്. മമ്മൂട്ടിൻ്റെ കയ്യിൽ നിന്നും, സിനിമാ നടനം സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയത്. ആ ഫോട്ടോയുടെ ഇതാ മമ്മൂട്ടി ജിഷ്ണക്ക് അവാർഡ് കൊടുക്കുന്ന ഫോട്ടോ ആണത്. അതുപോലെ തന്നെ ഇത് ഫ്ലവേഴ്സ് ടി വിയിൽ മോള് ഡാൻസ് ചെയ്യുന്ന ഫോട്ടോ ആണിത്. പിന്നെ കോമഡി ഉത്സവത്തിലുണ്ട്. അതുപോലെ ഒന്ന് മറിച്ചാച്ചാ, സിഷ്ണയുടെ ആനന്ദവാതിൽ സുപ്രഭാതത്തിൽ വന്നതാണ്, ഞായർ പ്രഭാതത്തിൽ ഇപ്പം അടുത്ത് വന്നതാണല്ലേ. സിഷ്ണയുടെ ആനന്ദവാതിൽ സിനിമാ നടൻ ജഗദീഷിൽ നിന്നും അവാർഡ് വാങ്ങുന്നുണ്ടല്ലേ. ഇന്ന് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ഞങ്ങളൊരു അവാർഡ് സിഷ്ണക്ക് കൊടുത്തു. ആ അവാർഡ് വാങ്ങാൻ വന്നതാണ് സിഷ്ണ അച്ഛനോടൊപ്പം. നല്ല സന്തോഷത്തിലാണ്. മോൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ അവൾക്ക് തൊട്ടറിയാൻ കഴിയും. കണ്ണൂർ കളക്ടർ മീർ മുഹമ്മദ് അല്ലേ? അപ്പോൾ ആ സമയത്ത് മോളെ സപ്പോർട്ട് ചെയ്താണ്. ഓക്കെ. ശ്രീരാമകൃഷ്ണനാ? കടന്നപ്പള്ളി രാമേന്ദ്രൻ. ഓക്കെ. ഇതൊക്കെ പത്രങ്ങളിൽ വന്ന വാർത്തകളാണിതല്ലേ? കമ്പ്യൂട്ടറിലൊക്കെ മോള് ടൈപ്പ് ചെയ്യും. നമുക്ക് കേൾക്കാനും കഴിയില്ലല്ലോ അല്ലേ? കേൾക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. മോള് പുസ്തകം എഴുതിയിരുന്നോ? സഞ്ജയ് അമ്പലപ്പറമ്പത്തിൻ്റെ ഒരു നോവലാക്കിയിട്ട് തന്നെ മോളുടെ കഥ എഴുതിയ ഒരു ബുക്കാണത്, കൺമണി. ഈ പുസ്തകത്തിൻ്റെ കഥയുടെ പേരാണ് കൺമണി. ഇവളുടെ പേര് കൺമണിയാക്കിയിട്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതി. ഓക്കെ, സന്തോഷം. അപ്പോൾ ഒരുപാട് മേഖല കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ സംസാരിക്കാനും കേൾക്കാനും കാണാനും കഴിയുന്നവർ ചെയ്യാത്ത മേഖലയിലേക്ക് മോൾ എത്തി എന്നുള്ളതാണ്. നേപ്പാളിൽ ട്രക്കിങ്ങിന് പോയപ്പം സർട്ടിഫിക്കറ്റ് ആണതല്ലേ? കുടുംബശ്രീയിൽ കുട നിർമ്മാണത്തിന് പ്രൈസ് കിട്ടി. കുടയൊക്കെ മോള് നിർമ്മിക്കും. ഭിന്നശേഷി കായികമേള സ്റ്റാർ ഫെസ്റ്റ്, അതിൽ എന്താ മോഹിനിയാട്ടോ? ഡാൻസിൽ. ഓക്കെ. ദീപികയിൽ മോളെക്കുറിച്ച് വന്ന ഫ്യൂച്ചറാണിത്. ഇതിൽ നിന്ന് എടുത്തിട്ടാണ് പാഠപുസ്തകമാക്കി മാറ്റിയത്. ഇത് ശ്രീകണ്ഠൻ നായർ പടം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്താണ്. അപ്പോൾ ഈ ശ്രീകണ്ഠൻ നായർ എങ്ങനെ ഇവൾക്ക് കാണാൻ കഴിയുക? ഇവിടെ മോച്ചായം എങ്ങനെ നമ്മൾ കൊടുക്കണം? അത് നിങ്ങളെങ്ങനെ? അവൾ തുന്നും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മോച്ചായത്തിൽ ഒരു ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവൾ കൊണ്ട് കഴിയും, നിങ്ങൾ എഴുതി കൊടുത്താൽ. എന്തായാലും ഇനിയും ഒരുപാട് മേഖലകൾ കീഴടക്കാൻ സിസ്റ്റംബോൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാക്കി തരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.